വളരെ വിചിത്രമായൊരു കാര്യം നിയമസഭയിൽ സംഭവിച്ചു. സ്പീക്കർ പറയുകയാണ് വെള്ളിയാഴ്ചകളിൽ അടിയന്തര പ്രമേയം ഒഴിവാക്കണം. ഇപ്പോൾ തന്നെ വെള്ളിയാഴ്ച സഭ 12:30 വരികയും രാവിലെ 9 മണിക്ക് ചോദ്യോത്തരം, അത് കഴിഞ്ഞാൽ 10 മണിക്കാണ് അടിയന്തര പ്രമേയം. ഈ സമയത്ത് ഇഷ്ടമുള്ള ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള ദിവസമാണ്. അത് വെള്ളിയാഴ്ച ഒഴിവാക്കിയാൽ അതിനുള്ള ദിവസം 4 ദിവസം ആവത്തുള്ളൂ. വെള്ളിയാഴ്ചയ്ക്ക് എന്താ പ്രത്യേകത ഇതേ ഉള്ളൂ. വെള്ളിയാഴ്ച ഉച്ചവരേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ. വേറെ ബിസിനസ്സൊന്നും നടക്കില്ല. ചോദ്യോത്തരം കഴിഞ്ഞു, അടിയന്തര പ്രമേയം അവതരിപ്പിക്കും. സ്പീക്കർ അതിന് അനുമതി കൊടുക്കുകയില്ല. അടിയന്തര പ്രമേയത്തിനൊരു മറുപടി ഏതെങ്കിലും ഒരു മന്ത്രി കൊടുക്കും. മന്ത്രിയുടെ വിശദീകരണം സ്വീകരിച്ചുകൊണ്ട് സ്പീക്കർ ചർച്ചയ്ക്ക് അനുമതി നിഷേധിക്കും. അപ്പോൾ പ്രതിപക്ഷം ബഹളം വയ്ക്കും. പ്രതിപക്ഷത്തിൽ നിന്ന് മിനിമം 2-3 പേർക്ക് സംസാരിക്കാം. സംസാരിച്ച് കഴിഞ്ഞിട്ട് വാക്കൗട്ട് നടത്തും. ചുരുക്കി പറഞ്ഞാൽ ഒരു 11 മണിക്ക് നിയമസഭയിൽ ഒരു ബിസിനസ്സും നടക്കില്ല വെള്ളിയാഴ്ച. അപ്പോൾ സ്പീക്കർക്ക് വേണ്ടത് വെള്ളിയാഴ്ചയെങ്കിലും ഈ അടിയന്തര പ്രമേയം ഒഴിവാക്കുക, എന്നിട്ട് ഉച്ചവരെയുള്ള സഭയെങ്കിലും സഭയുടെ ബിസിനസ് നടത്തിക്കൊണ്ടുപോയി. അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് ജനങ്ങളുടെ വിഷയമൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു ആത്മഹത്യ, ഒരു കൊലപാതകം, ഇതൊക്കെയാണല്ലോ റേസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ചൊല്ലി വെറുതെ ബഹളം വയ്ക്കിയതാണ്. അടിയന്തര പ്രമേയം എല്ലാ ദിവസവും വരാൻ കാര്യമാണ്. എല്ലാ ദിവസവും അടിയന്തര പ്രമേയമുണ്ട്. ഇവിടെയുണ്ട്, ലോക്സഭയിലുമുണ്ട്. ഇതൊരു ചടങ്ങാണ്. രാവിലെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അടിയന്തര പ്രമേയം കൊണ്ടുവരും. അത് ഈ പാർട്ടി ഇപ്പുറത്തേക്ക് മാറി LDF പ്രതിപക്ഷം വന്ന് വെച്ചു. LDF ഇത് തന്നെ ചെയ്യും. തോമസ് ഐസക് ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. തോമസ് ഐസക് പറഞ്ഞു, ഇങ്ങനെ ദിവസവും എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നത്? പുള്ളി പറഞ്ഞു, അതേ നിയമസഭയിൽ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിക്കുമ്പോൾ VSന് 20 മിനിറ്റ് പ്രസംഗിക്കാൻ പറ്റും. എനിക്ക് ഒരു 15 മിനിറ്റ് പ്രസംഗിക്കാൻ പറ്റും. AK ബാലൻ ഒരു 10 മിനിറ്റ്. ഇങ്ങനെ ഞങ്ങൾക്കെല്ലാം പ്രസംഗിക്കാൻ അവസരം കിട്ടും. ജനമനസ്സുകളിൽ എപ്പോഴും ഞങ്ങൾ പറയുന്ന വാക്കുകളും രൂപവും ഒക്കെ ഇങ്ങനെ ആവർത്തിച്ച് പതിഞ്ഞുകൊണ്ടിരിക്കും. ഇതല്ലാതെ ജനമനസ്സുകളിൽ വരണമെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം ഇത് കഴിഞ്ഞുള്ള യഥാർത്ഥ ബില്ല് ചർച്ചയോ സംഗതിയോ ഒന്നും ലൈവ് കാണിക്കില്ല TV-ക്കാർ. കാരണം അത് ബോറിങ് ചർച്ചയാണ്. ഒരു ഭൂപരിഷ്കരണ ബില്ലിലെ ഒരു ക്ലോസ് മോഡിഫൈ ചെയ്യുന്ന ബില്ല് അത് അവതരിപ്പിക്കുന്നു. 1-ാം വായന, 2-ാം വായന, ബില്ലിൻ്റെ ചർച്ച, അതിൽ ടെക്നിക്കലായിട്ടുള്ള ഒരു താല്പര്യം ആർക്കുമില്ല. അതുകൊണ്ട് ആ സമയത്ത് നിയമസഭയിൽ അറ്റൻഡൻസും കുറവായിരിക്കും. 10-12 പേരേ ഉണ്ടാവുള്ളൂ. ഭരണകക്ഷിയും പ്രതിപക്ഷവും ചേർന്ന് അത്രയേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അത് ആരും കാണില്ല. അപ്പോൾ പിന്നെ നമ്മുടെ രാഷ്ട്രീയം പറയാൻ വേദി എവിടെയാണ്? അടിയന്തര പ്രമേയമാണ്. അതുകൊണ്ട് ദിവസവും ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു. ഇതാണ് തോമസ് ഐസക്. ഇതാണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം. അപ്പോൾ ഇപ്പോൾ ഈ ഷംസീർ ചെയ്യുന്നത് കാര്യമൊക്കെ ശരി. നേരത്തെ വെള്ളിയാഴ്ചയും സഭ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കുന്തം തിരുവനന്തപുരത്തല്ലേ, കാസർഗോഡ് വരെയുള്ള MLA-മാരുണ്ട്. ഇവരൊക്കെ 3 മണിക്ക് 3:30 ട്രെയിനിൻ്റെ സമയം നോക്കിയിട്ട് ഇവരിറങ്ങിപ്പോവും. ഫലത്തിൽ സഭയിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ പണ്ടാരടങ്ങനായിട്ട് ഉച്ചവരെ അങ്ങ് തീരുമാനിക്കാം. അപ്പോൾ പിന്നെ ഇറങ്ങിപ്പോയി എന്നുള്ള പ്രശ്നമില്ലല്ലോ. പലപ്പോഴും കോറം തികയുന്നില്ല. ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ ബെല്ലടിച്ച് കഴിഞ്ഞാൽ MLA-മാർ മൂത്രമൊഴിക്കാൻ പോയി, ചായ കുടിക്കാൻ പോയി ഓടി വരാനാണ് ഈ ബെല്ലടിക്കുന്നത്. ഈ ബെല്ലടിച്ച് കഴിഞ്ഞാൽ വരാൻ ആളില്ല. ഒരു ബില്ല് പാസ്സായി തോറ്റുപോയി കഴിഞ്ഞാൽ സർക്കാർ നാണക്കേടല്ലേ. അപ്പോൾ അത് സ്പീക്കർ മാറ്റി വയ്ക്കും. വോട്ടെടുപ്പ് അടുത്ത ദിവസത്തേക്ക് മാറ്റിയെന്ന് പറയും. പ്രതിപക്ഷത്തുള്ള ഒരു ബഹളം വയ്ക്കും, പറ്റില്ല, ഇപ്പം തന്നെ വേണം. ഇല്ല, അതിൻ്റെ റൂളിങ് ഞാനാണ് നൽകുന്നത്. വോട്ടെടുപ്പ് നിങ്ങൾക്ക് വേണം, ശരി, അത് നടത്താം. ഇപ്പം തന്നെ നടത്തണമെന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നു. ഇത് വരുന്നത് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞായതുകൊണ്ടാണ്. അപ്പോൾ ആ ദുരിതത്തിൽ നിന്ന് സ്പീക്കർക്കും സർക്കാരിനും രക്ഷപ്പെടണം. അതിനവർ വെള്ളിയാഴ്ച ഇത് വേണ്ട, ബാക്കി ആഴ്ചകളിലൊക്കെ നിങ്ങൾ ആഘോഷിച്ചു. ഒരാഴ്ച നമുക്ക് ബിസിനസ് ചർച്ച ചെയ്തിട്ട് ഉച്ചവരെയല്ലേ ഉള്ളൂ. ഉച്ച കഴിഞ്ഞും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവരിത് സമ്മതിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഇതാണ് ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു വെപ്രാളമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഷംസീർ ആയതുകൊണ്ട് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് വേറൊന്നും തോന്നുന്നില്ല. ഇല്ല, ആ ഒരു കണക്ഷൻ അതിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഷംസീർ യാദൃച്ഛികമായിട്ട് സ്പീക്കറാവുകയും യാദൃച്ഛികമായിട്ട് ഇത് വെള്ളിയാഴ്ച സംഭവിക്കുകയും ഒക്കെ ചെയ്തതാണ്. അല്ലാതെ അതിൽ മറ്റേ ഇതൊന്നുമില്ല. അല്ലെങ്കിൽ അവർ ഉച്ചയ്ക്ക് പിരിയുന്നുണ്ടല്ലോ, നിസ്കാര സമയത്തിന് മുമ്പ് 12:30 പിരിയുന്നുണ്ട്. പിന്നെന്താ, വീണ്ടും റീഅസംബിൾ ചെയ്യുന്ന സമയം നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ അക്സെപ്റ്റഡ് അല്ലേ. ഞാൻ ഇപ്പോൾ
ഒരു 55 വയസ്സ് മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഈ ഉച്ചയ്ക്ക് സ്കൂൾ ഇൻ്റർവെല്ലിൽ വർദ്ധിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച 4:30 സ്കൂൾ വിടുകയുള്ളൂ. അന്ന് എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞങ്ങളുടെ സ്കൂളിൽ, ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ മുസ്ലിങ്ങളുടെ ജനസംഖ്യയിൽ വളരെ കുറവാണ്. മുസ്ലിം പള്ളിയും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നോക്കുമ്പോൾ അവരൊക്കെ എവിടെ നിസ്കരിച്ചിരുന്നു എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാനന്നത് അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ ഉച്ചയ്ക്ക് എക്സ്റ്റൻഡഡ് ഇൻ്റർവെൽ. അപ്പോൾ ഉച്ചയ്ക്ക് കളിക്കും പിള്ളേർ, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ ഉച്ചയ്ക്കാണ് ഞങ്ങൾ ഒറേറ്ററി ക്ലബ്ബ് അത് ഇതൊക്കെ പ്രസംഗ മത്സരം, പ്രസംഗ പരിശീലനം ഇതൊക്കെ നടക്കുന്നത് ഉച്ചയ്ക്കാണ്. അപ്പോൾ അത് അന്ന് മുതൽ വന്നിട്ട് അതൊരു തലയിലെഴുത്ത് പോലെ ഇപ്പോൾ കേരളത്തിൽ ആരും അത് ചോദ്യം ചെയ്യാറില്ല. സുനിൽ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ ഉച്ചയ്ക്കൊരു കട അടഞ്ഞു കിടക്കുന്നു, എക്സ്റ്റൻഡ് ബാക്കി എല്ലാ കടയും തുറന്നു, ഇയാൾ അപ്പം എല്ലാവർക്കും മനസ്സിലായിരുന്നു മുസ്ലിമാണ് പള്ളിയിൽ പോയത്. അല്ല, ആർക്കും പ്രശ്നമില്ലല്ലോ. അപ്പം ആ പ്രശ്നമില്ല. അപ്പോൾ അത് ഏകദേശം അക്സെപ്റ്റ് ചെയ്തു. അപ്പം അതുകൊണ്ട് അതിനെ ഇതുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. 12:30 വിടുന്നുണ്ട്. ഷംസീർ ആയതുകൊണ്ടും അത് വെള്ളിയാഴ്ച ആയതുകൊണ്ടും അതിന് വേറെ എന്തോ ഉദ്ദേശം ചില ക്യാമ്പയിനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചിലർ. അല്ല, അത് ഈ ആ ഒരു ഉദ്ദേശം ഇതിൽ ഫിറ്റ് ആവുന്നില്ല. അതർവൈസ് ഓൾസോ 12:30 അസംബ്ലി പിരിയുന്നു. പേരും ദിവസവും നോക്കി ഇങ്ങനെ അക്യൂസ് ചെയ്യേണ്ട കാര്യമില്ല എല്ലാത്തിലും. അല്ല, അക്യൂസ് ചെയ്യേണ്ടടുത്ത് ചെയ്യുക തന്നെ വേണം. പക്ഷേ ഇതിൽ ഞാൻ ഇല്ല എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ 12:30 പിരിയുന്നുണ്ടല്ലോ. ഓൾറെഡി പിരിയുന്നുണ്ട്. 12:30 മുമ്പുള്ള കാര്യങ്ങളിലാണ് സ്പീക്കർ ഈ നിർദ്ദേശം വെച്ചിരിക്കുന്നത്. 12:30 കഴിഞ്ഞിട്ടുള്ളതല്ല. 12:30 കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാം. ഇത് നിസ്കാരവുമായിട്ട് ബന്ധപ്പെടുത്തിയാണെന്ന് പറയാം. അതിന് മുമ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് നിസ്കാരവുമായിട്ട് ബന്ധപ്പെടുത്തുക? അത് വെറുതെ തെറ്റിദ്ധാരണ നോക്കിയിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. ഈ ശ്രമിക്കുന്നവർ ശ്രമിച്ചോട്ടെ. സോഷ്യൽ ഞാൻ പറയുന്നത് ഈ കാര്യം നിങ്ങൾ നോക്കുക. ഈ അടിയന്തര പ്രമേയം എന്ന് പറയുന്ന ഏർപ്പാട് തന്നെ പണ്ട് വല്ലപ്പോഴും ഉള്ളതായിരുന്നു. ഇപ്പോൾ ഡെയിലിയാണത്. ഈ ഡെയിലി ചെയ്യുന്നത് ഇവർക്കെല്ലാം കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ അടിയന്തര പ്രമേയത്തിലൊന്ന് ഷൈൻ ചെയ്തിട്ട് പിന്നെ എല്ലാവരും ഇറങ്ങിപ്പോവും. ഒരു ബില്ലിൻ്റെ ചർച്ചയിൽ ഈ പറയുന്ന മിടുക്കന്മാരെ ആരും കാണില്ല. ബില്ല് ചർച്ച കേരള നിയമസഭയിൽ TM ജേക്കബ്, VM സുധീരൻ ഇതുപോലെയൊക്കെയുള്ള അപൂർവം ആൾക്കാരാണ് ഒരു ബില്ല് ഡീറ്റെയിലായിട്ട് പഠിച്ച് നിയമസഭയിൽ ചർച്ച ചെയ്ത് കൗണ്ടർ പോയിൻറ്റ്സ് പറഞ്ഞ് ഗവൺമെൻറ്റിനോട് ഇങ്ങനെ അപകടമാണ്, ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല, ഈ വാക്ക് മാറ്റണം. അപ്പോൾ ഗവൺമെൻറ് പറയുന്നില്ല, അത് പരിഗണിക്കാതെ, പക്ഷേ അതെന്തിനു ചേർത്തു നോക്കട്ടെ. പിന്നെ സെക്രട്ടറിയെ വിളിക്കും, സെലക്ട് കമ്മിറ്റിക്ക് അയക്കും ബില്ല്. സെലക്ട് കമ്മിറ്റിയിൽ പ്രതിപക്ഷവും ഭരണകക്ഷിയും ഇരുന്ന് ബഹളവും സംഗതിയും TV ഒന്നുമില്ലാതെ ചർച്ച ചെയ്യും. അല്ല, ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമാവില്ലേ, ഇത് എല്ലാവരും കൂടി ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാലോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം. അപ്പം പിന്നെ അത് മാറ്റി വയ്ക്കാം. അത് നിങ്ങൾ ബഹളം വയ്ക്കാതിരുന്നാൽ മതി, ഈ സംഭവം പാസ്സാക്കി വിടുക, നമുക്ക് കാര്യം നടക്കണ്ട. ഇങ്ങനെയൊക്കെയുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഇതിൽ ആൾക്കാർ വളരെ കുറവായിരിക്കും. ബാക്കി ഈ ബഹളം വയ്ക്കുന്ന സമയത്താണ് ഷൈൻ ചെയ്യാൻ എല്ലാവരും. കുഴൽ നാടൻ ഏറ്റുമുട്ടി. ഇത് കഴിയുമ്പോൾ കുഴലും കൊണ്ട് നാടനും പോയി, ഇപ്പുറത്തുള്ള VD സതീശനും പോയി. പത്രത്തിൽ വരാനുള്ള പത്രത്തിൽ ഫോട്ടോയും സംഗതിയൊക്കെ ആയിട്ട് വരും. അടിയന്തര പ്രമേയം വെച്ച് ഓരോരോ നാടകം ആ സമയത്ത് മാത്രമേ ചാനലുകളും ഇത് കവർ ചെയ്യുള്ളൂ. ചാനലുകൾ ഇത് വാങ്ങുന്നത് സഭാ TV എന്നാണ്. സഭാ TV കാണിക്കുന്ന കാര്യം മാത്രം ജനാധിപത്യമാണ് കേട്ടോ, ജനാധിപത്യമാണ്. ദർ ഈസ് എ ടെലിവിഷൻ വിച്ച് ഈസ് ഓൺ ബൈ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. They will decide what is to be shown and what is to be not shown. സത്യം പറഞ്ഞാൽ ഒരു വൈഡ് ആംഗിൾ ക്യാമറയും പിന്നെ സംസാരിക്കുന്ന ആളിൻ്റെ അടുത്ത് ക്ലോസപ്പ് ക്യാമറയും വെച്ചിട്ട് ഇത് രണ്ടും ജനങ്ങളെ കാണിക്കേണ്ടതല്ലേ. മന്ത്രി സംസാരിക്കാൻ നേരത്ത് പ്രതിപക്ഷ നിരയിൽ നിന്ന് ഒരാൾ മുണ്ടുപൊക്കി കാണിച്ചു എന്ന് വയ്ക്കുക, സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന തമാശയൊന്നുമല്ല, മുണ്ടുപൊക്കി കാണിച്ചു. ഇത് ജനങ്ങൾ കാണണ്ടേ? ഇപ്പോൾ കാണിക്കുകയില്ല, കാരണം ഇവർ മന്ത്രിയെ മാത്രമേ കാണിക്കുകയുള്ളൂ. പിന്നെ മുണ്ടുപൊക്കി എന്ന് പറഞ്ഞ് ബഹളവും സംഗതിയൊക്കെ ഇവർ ബഹളമൊന്നും കാണിക്കില്ല. ഇതിങ്ങനെ മന്ത്രിയെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണിക്കും. അത് ആണ് നമ്മുടെ ബാക്കി ജനറൽ ചാനലുകൾക്ക് കിട്ടുന്നത്. ജനാധിപത്യത്തിന്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഒരു തകരാറും കേരളത്തിലില്ലല്ലോ, ഒരു പ്രശ്നമില്ല. അല്ല, പാർലമെൻറ്റിലും ഇങ്ങനെ തന്നെയല്ലേ? പാർലമെൻറ്റിൽ ഇപ്പോൾ ഇത്തവണയാണ് അത് തുടങ്ങിയത്. ഇത്തവണ ഞാനത് ശ്രദ്ധിച്ചു. മോദി സംസാരിക്കും, മോദിയെ മാത്രം കാണിക്കുക, ബഹളക്കാരെ കാണിക്കാതിരിക്കുക. ഇടയ്ക്ക് എന്തോന്ന് രാഹുൽ ഗാന്ധി, അപ്പോഴാണ് ഈ കൂവലും സംഗതിയൊക്കെ കണ്ടത്. ഇറ്റ് മസ്റ്റ് ബി ഷോൺ, ലെറ്റ് പീപ്പിൾ സീ ഹൂ ഈസ് രാഹുൽ ഗാന്ധി ആൻഡ് ഹൗ ഈസ് ഈ ബിഹേവിങ്. ഇത് കാണിക്കേണ്ട, അതല്ലേ ജനാധിപത്യം. അപ്പോൾ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിനും പഠിക്കാനുണ്ട്.
ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഈ കേരളത്തിൽ കളിച്ച നമ്പറുകളൊക്കെയാണ് വടക്കന്മാർ കളിക്കുന്നത്. പിന്നെ അവർ കളിക്കുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഒന്ന് വലുതാകുന്നേ ഉള്ളൂ, ആംപ്ലിഫൈ ചെയ്യും. അതെ, കാരണം ഒരു പൊട്ടാസ് ഉണ്ടാക്കുന്ന വിദഗ്ധൻ അയാൾ പൊട്ടാസ് ഉണ്ടാക്കും, അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് ഗർഭം കലക്കി അമിട്ടായിട്ട് അങ്ങ് പൊട്ടും. ഇതാണ് വ്യത്യാസം. ബേസിക് ഐഡിയ കേരളത്തിൻ്റെ. ഇവിടെ ഇരുന്ന് ഏതോ ഒരു MP പറയുന്നുണ്ടായിരുന്നു, മോദിയെ 102 പ്രാവശ്യം കാണിച്ചു, രാഹുൽ ഗാന്ധി 7 പ്രാവശ്യം കാണിച്ചുള്ളത്. അങ്ങനെ വരാഞ്ഞിട്ടായിരിക്കും. ലോക്സഭയിൽ വരേണ്ട ആളെ ഇന്നലെ കാണിക്കാൻ പറ്റുള്ളൂ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ആളെ കാണിക്കാൻ പറ്റുമോ? ഏതായാലും വെള്ളിയാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ല, ആളുകൾ അവകാശ ലംഘന പ്രമേയം അല്ല, അവകാശ പ്രമേയം അല്ലേ, അടിയന്തര പ്രമേയം ബാക്കി ദിവസങ്ങളിൽ അനുവദിക്കുന്നുണ്ട്. അന്ന് വെള്ളിയാഴ്ച എല്ലാവരും വീട്ടിൽ പോകാനുള്ള മൂഡാണ്. അതൊരു കോലാഹലമാക്കണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.